രാഷ്ട്രീയപരമായും സാമൂഹികപരമായും ഒട്ടേറെ സംഭവ വികാസങ്ങളാണ് വയനാട് ജില്ലയിലെ കഴിഞ്ഞ ഒരു വർഷം ഉണ്ടായത്. ഓരോ വർഷവും നൽകുന്നത് പോലെ തന്നെ വന്യമൃഗ ആക്രമണം പരിഹാര വാഗ്ദാനം മാത്രമായി. കടുവ ആക്രമണത്തിൽ ജില്ലയിൽ 2 പേരാണ് കൊല്ലപ്പെട്ടത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF തകർന്നടിഞ്ഞപ്പോൾ BJP കരുത്ത് കാട്ടി. ചൂരൽമല മുണ്ടക്കൈ ദുരിതബാധിതർക്ക് ഉള്ള ടൗൺഷിപ്പ് പദ്ധതിയും പൂർത്തിയായില്ല. അതേസമയം തുരങ്കപാത ഏറെ പ്രതീക്ഷയോടെയാണ് വയനാടൻ ജനത നോക്കിക്കാണുന്നത്. വനത്താലും മലകളാലും ചുറ്റപ്പെട്ടു കിടക്കുന്ന വയനാട്, കാടിനോടും കാട്ടുമൃഗങ്ങളോടും മല്ലിട്ട് ജീവിക്കുന്ന വയനാടൻ ജനതയ്ക്ക് 2025 കഴിയുമ്പോഴും പറയാനുള്ളത് ഒരേ കാര്യങ്ങൾ തന്നെ. ഓരോ വർഷവും ഉണ്ടാകുന്ന വാഗ്ദാനങ്ങൾക്ക് അപ്പുറമല്ലാതെ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരമില്ല. കടുവ ആക്രമണത്തിൽ മാത്രം 2 ജീവനുകളാണ് വയനാട്ടുകാർക്ക് നഷ്ടപ്പെട്ടത്. പഞ്ചാരക്കൊല്ലിയിലും പുൽപ്പള്ളിയിലും. കാട്ടാന ആക്രമണത്തിലും 2 ജീവനുകൾ നഷ്ടമായി. ഡിസംബർ മാസത്തോടെ കോൺഗ്രസിന്റെ മുൻ DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യ 2025 ആദ്യത്തോടെ കോൺഗ്രസിൽ പൊട്ടിത്തെറിക്ക് കാരണമായി. MLA IC ബാലകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾ സംഭവത്തിൽ പ്രതിയായി. NM വിജയന്റെ മകന്റെ ഭാര്യയുടെ ആത്മഹത്യാ ഭീഷണി ചെറുതായല്ല കോൺഗ്രസിന് ഉലച്ചത്. തുടർന്നുണ്ടായ കോൺഗ്രസ് നേതാവ് ജോസ് നെല്ലേടത്തിന്റെ ആത്മഹത്യ കൂടിയായതോടെ കോൺഗ്രസ് പ്രതിരോധത്തിലായി. DCC പ്രസിഡന്റ് ND അപ്പച്ചനെ മാറ്റി TJ ഐസക് പ്രസിഡന്റായി. സീനിയർ നേതാക്കളെ വെട്ടി റഫീഖ് CPMന്റെ ജില്ലാ സെക്രട്ടറിയായി. ജില്ലയിലുടനീളം ഇത് പടലപ്പിണക്കത്തിന് കാരണവുമായി. പടലപ്പിണക്കവും ഭരണവിരോധ വികാരവും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPMന് കനത്ത തിരിച്ചടിയാണ് നൽകിയത്. തെരഞ്ഞെടുപ്പിൽ BJP വലിയ നേട്ടമുണ്ടാക്കി. ചരിത്രത്തിലാദ്യമായി കൽപ്പറ്റ നഗരസഭയിൽ BJP അക്കൗണ്ട് തുറന്നു. LDFന്റെ ശക്തി കേന്ദ്രമായ തിരുനെല്ലി പഞ്ചായത്തിലും BJP സാന്നിധ്യം അറിയിച്ചു. ചൂരൽമല മുണ്ടക്കൈ ദുരിതബാധിതർക്കായുള്ള ടൗൺഷിപ്പ് പദ്ധതി പൂർത്തിയായില്ല. അടിയന്തരമായി നൽകിക്കൊണ്ടിരുന്ന തുകകളും അടിക്കടി മുടങ്ങി. മേപ്പാടി കള്ളാടി തുരങ്കപാത ഏറെ പ്രതീക്ഷ നൽകുന്നുണ്ടെങ്കിലും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ തിരിച്ചടിയാകുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ. 2026 കടക്കുമ്പോഴും ജില്ലയ്ക്ക് പറയാനുള്ളത് എല്ലാ കൊല്ലവും പറയുന്ന കാര്യങ്ങൾ തന്നെ. ജനം, വയനാട്.